അങ്ങനെ രക്ഷപ്പെട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ എൻ്റെ മുന്നിൽ. ചൂട് പോവും. ഹാബിറ്റ്. ഇപ്പോ ശേഖറിനെ ഇവിടെ വരുത്തിച്ചത് ഇവനാണ്. ഇവനേതാണ്ട് പറയാണ്ട് പറയടാ. ഈ ഇച്ചാൻ്റെ ഒരുക്കപ്പെട്ട അത് പെട്ടത് തന്നെ. ശേഖരനെ ഒറ്റ വഴിയുള്ളൂ, ഞങ്ങളെ അനുസരിക്കുക. അനുസരിച്ചില്ലെങ്കിൽ ഇതായിപ്പോൾ തന്നെ കേട്ടോ, നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് കസ്റ്റഡി നിങ്ങളുണ്ടോ? നിങ്ങൾ എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാം? അവർക്ക് നിങ്ങൾ മിസ്സിംഗ് ആണ്. ആനന്ദ് മിസ്സിംഗ് ആയതുകൊണ്ടല്ലേ നിങ്ങളെ അറസ്റ്റ് ചെയ്തത്. ഇനി നാളെ അയാളുടെ സഹോദരി, എന്താ കുട്ടിയുടെ പേര്? ആ കീർത്തി, അവള് മിസ്സിംഗ് ആണ്. ഈ തിരക്ക് പിടിച്ച ലോകത്ത് ആർക്കും എപ്പോ വേണേ മിസ്സിംഗ് ആകാം. അപ്പോഴുണ്ടാകുന്നൊരു ശൂന്യത ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റത്തില്ല. അത് പതുക്കെ ആത്മഹത്യയോ കൊലപാതകമോ ആവും. അല്ലേ? അല്ലേ? What nonsense are you talking, Saji? He can understand it. He can accept it. He knows there's no other way out. Anyway, Mr. Shekhar, you can think it over. Coffee kudichilla alle? It's all right. We'll meet again. We will have to. വെരി ഹോട്ട്. ചൂട് കൂടുതല. ഇനി നമുക്ക് കിട്ടേണ്ടത് ആനന്ദിനെയാണ്. അതിന് അയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ. Where is he? Let's go. ഹലോ, ഞാൻ ശേഖറാണ്. പറയൂ. വിത്തിൻ ഹാഫ് ആൻ അവർ ബൈപ്പാസിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ KER 4867 ട്രക്ക് കത്തിച്ചാമ്പലാകും. ഇറ്റ് വിൽ എക്സ്പ്ലോഡ്. ഹലോ, അവന്റെ കയ്യില് സെൽഫോൺ ഉണ്ടോ നോക്കൂ. ആ സാറിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടോ? ഇല്ല. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാകണം. ശരി സാർ. ഇയാളുടെ എല്ലാ മൂവ്മെന്റ്സും ശ്രദ്ധിക്കണം സാർ. പുറത്തുനിന്ന് ആര് വന്നാലും തൽക്കാലം അകത്തേക്ക് വിടണ്ട സാർ. അവന് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. നീ ഇതാരുടെ കാര്യാ പറയുന്നേ? That bloody Shekhar. You fool, use your brain. ഇത് ശേഖർ അല്ല, ആനന്ദാണ്. This is a warning to us and Shekhar also. അവനെ നമുക്ക് നേർവഴിക്ക് കൊണ്ടുവന്നേ പറ്റൂ. സർ, എനിക്ക് ആ വണ്ടിയുടെ താക്കോലൊന്ന് വേണം. എന്താ കാര്യം? ഒന്നും വ്യക്തമല്ല സർ. എവിടെ നിന്നൊക്കെയോ കേട്ട എന്തോ കാര്യങ്ങൾ, ആരുടെയൊക്കെയോ ഫോൺ കോളുകൾ. അവർക്ക് ആനന്ദിനെയാണ് സംശയം. അയാളുടെ സിസ്റ്ററിന്
ഒരുപക്ഷെ ഞാൻ ലേറ്റ് ആയാൽ ഞാൻ വിളിക്കാം. ഓക്കെ. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? നിന്റെയൊക്കെ ആ ബോസ് ഉണ്ടല്ലോ, പറയടാ, എന്തിനാണ് എന്നെ ഒറ്റ കൊടുത്തത്? ശേഖർജി സാറിനെ ഒറ്റ കൊടുത്തത് കാശിന് വേണ്ടിയല്ല, സാറിനെ രക്ഷിക്കാനാ. വേറെ പോംവഴി ഇല്ലാഞ്ഞിട്ടാ ശേഖർജി കോടതിയിലാ കടുങ്കൈ ചെയ്ത്. സാറിനെ ചതിച്ചവർക്കെതിരെയുള്ള തെളിവിന് വേണ്ടിയിട്ടാ ശേഖർജി അന്നു മുതൽ ഇന്ന് വരെ പരക്കം പായുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ സാറിനത് മനസ്സിലാവും. കീർത്തി, 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 ലിസൺ ടു മീ. കീർത്തി, ഞാൻ പറയുന്ന കേക്ക്. കീർത്തി, കീർത്തി, ഞാൻ പറയുന്ന കേക്ക്. കീർത്തി, 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 കീർത്തി. ഹലോ അങ്കിൾ, ഇത് ഞാനാ, ശേഖറിന്റെ ക്വാർട്ടേഴ്സാണ് ഞാൻ വിളിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ. ശേഖരനെ നമ്മൾ വല്ലാതെ സംശയിച്ചു. എനിക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകളും രേഖകളുമാണ് അയാൾ കളക്ട് ചെയ്തിരിക്കുന്നത്. ഹി വാസ് ട്രൈങ് ടു ഹെൽപ്പ് മീ. എനിക്ക് ശേഖരനെ ഉടനെ കാണണം. ആനന്ദ്, ഞാനിപ്പോ വീട്ടിലല്ല, ഹോസ്പിറ്റലില്.
അങ്കിൾ കീർത്തി എവിടെ? എന്താ പറ്റിയ? പരിഭ്രമിക്കാനൊന്നുമില്ല. ഒബ്സർവേഷന് വേണ്ടി ICU കിടത്തിയിരിക്കുന്നേ ഉള്ളൂ. എല്ലാറ്റിനും നന്ദി പറയേണ്ടത് ശേഖരനോടാണ്. ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വഴിയില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വിളിച്ചതും. ഛേ, ഞാനും കാര്യം മനസ്സിലാക്കാതെ. എന്നെയും കൂടി രക്ഷിക്കാനായിരുന്നു ഈ നാടകമെങ്കിൽ അത് പറയാമായിരുന്നു. പറഞ്ഞിരുന്നുവെങ്കിൽ താനത് സമ്മതിക്കുമായിരുന്നു. ഇല്ല, തെളിവുകളൊക്കെ കൂടുതലും തനിക്കെതിരായതുകൊണ്ട് കോടതിയിലെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ അകത്ത് പോയി കിടന്ന പുറത്ത് നമുക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യില്ല എന്നെനിക്കറിയാമോ? യു ആർ റൈറ്റ്. ആനന്ദിനോട് മിസ്സിംഗ് ആവാൻ ഞാൻ പറഞ്ഞും പോയി. പിന്നെ അങ്ങോട്ട് ആളിനെ കിട്ടുന്നുമില്ല. ഞാൻ വല്ലാതെ വെള്ളം കുടിച്ചു പോയി എൻ്റെ ശേഖരൻ. ഇത് വല്ലതും കീർത്തിയോട് പറയാൻ പറ്റും? നല്ലപോലെ പൊട്ടിത്തെറിച്ചാ ഞാൻ അവളുടെ മുമ്പിൽ പിടിച്ചു നിന്നത്. എനിക്കിപ്പോഴും പിടികിട്ടാത്തത് ആ ഗണ്ണിന്റെ കാര്യമാണ്. താൻ എന്തിനാ അന്ന് അവിടെ പുതിയ റിവോൾവറായിട്ട് വന്ന? പുതിയ ലോട്ട് വന്നപ്പോൾ അതിൽ നിന്ന് എടുത്തോളാൻ സീനിയർ ഓഫീസർ പറഞ്ഞു. ഗൺസ് എനിക്കൊരു ക്രേസാ. അത് ഇക്ബാൽ സാറിന് നന്നായിട്ട് അറിയാം. ആര്? ആരാന്നാ പറഞ്ഞ? ഇക്ബാൽ സാർ. താൻ തന്നെ പോണം. ഒരു പുതിയ കൺസൈൻമെന്റ് ഓഫ് ഗൺസ് വന്നിട്ടുണ്ട്. രജിസ്റ്റർ ഞാൻ എൻ്റർ ചെയ്തോളാം. അയാൾ സ്വന്തം താല്പര്യപ്രകാരം പോവുകയാണ്. എന്നെ നിർബന്ധിച്ച് ഇയാൾ ഡ്യൂട്ടി ആയിത്തീരുകയാണ്. ഇതുപോലൊരു റിവോൾവർ പണ്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. എന്നെ ചതിക്കാൻ നിങ്ങൾ ഉപയോഗിച്ച എന്റെ റിവോൾവർ. ആ ചതിയുടെ മോട്ടിവേഷൻ എന്തായിരുന്നു എനിക്കറിയണം. Tell me! Tell me! ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കൂട്ടുനിന്ന് വലിയ ട്രാപ്പിൽപ്പെട്ടവനാ ഞാൻ. എ ഫേറ്റൽ ട്രാപ്പ്. എന്റെയും എന്റെ സീനത്തിന്റെയും മോളുടെയും ജീവൻ. ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. യു ജസ്റ്റ് കിൽ മീ ആനന്ദ്, കിൽ മീ. ഞാനൊരാൾ മരിച്ചാൽ ഒരുപക്ഷെ എന്റെ ഭാര്യയും കുട്ടിയും അവരെങ്കിലും രക്ഷപ്പെടും. നിങ്ങളൊരു ഉഗ്രൻ പെർഫോമറാണ് മിസ്റ്റർ ഇക്ബാൽ. പക്ഷെ ഇപ്പൊ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിലും ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കില്ല. വിശ്വസിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. മരണത്തിന് മുമ്പിൽ നേർക്കുനേരെ നിൽക്കുമ്പോൾ ജീവന് വേണ്ടി ആരും പ്രാർത്ഥിക്കും. തന്റെ ആ പ്രാർത്ഥന ഫലിക്കണം. കോടതിക്ക് തന്നെ വേണം ജീവിച്ചിരിക്കുന്നൊരു തെളിവായിട്ട്. അതുവരെ സുരക്ഷിതമായിട്ട് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കണം സാർ. വിളിച്ചവന്മാരെ അറിയിക്കുക ഞങ്ങളെ ഒരുമിച്ച് കണ്ടു, ഇനിയും ഒരുമിച്ച് കാണേണ്ടി വരുമെന്ന്.